കേൾപ്പാനായിട്ട് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് കേൾപ്പാനായിട്ട് സാധിച്ചല്ലോ. എല്ലാവരും കർത്താവിന്റെ അനുഗ്രഹങ്ങളുണ്ടാകുവാനായിട്ട് ദൈവത്തോട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് അതിലെ അല്പസമയം കൂടെ ദൈവത്തിന്റെ ആയിരിക്കാം. ചില മിനിറ്റുകൾ കൂടെ മാത്രമേ ഉള്ളല്ലോ. അതിലെ അനിയുടെ തർജ്ജമക്കാരെ കൂടെ വെച്ച് സമയം മുന്നോട്ട് പോയാൽ അത് ബുദ്ധിമുട്ടാണ്. 12:30 ആകുമ്പോൾ ആളിന്റെ മനോഭാവം അങ്ങ് മാറും. അതുകൊണ്ട് സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഇത് പ്രാർത്ഥന ആശീർവാദം പറഞ്ഞ് വെളിയിൽ വേണമെങ്കിൽ എത്ര മിനിറ്റ് വിടുന്നാലും നിൽക്കും. പക്ഷേ ദൈവസന്നിധിയിൽ കേട്ട് നാൽപ്പോൾ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നത്തെ ഇതിൽ ആളുകളുടെ മുഖഭാവം കണ്ടാൽ അറിയാം പിന്നെ നടത്തിക്കൊണ്ടൊന്നും വലിയ പ്രയോജനമില്ല. അതുകൊണ്ട് ഇത് വൈകാല വേളയിൽ ദൈവമക്കളെ വളരെ പ്രാർത്ഥനയോട് ദൈവസന്നിധിയിലായിരിക്കണം എന്ന കാര്യം ഓർപ്പിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഈ തർജ്ജമക്കാരെ വെച്ചാലുള്ള കുഴപ്പമില്ല. ദൈവ തിരുനാമത്തിന്റെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ തർജ്ജമക്കാരെ വെച്ച് പറഞ്ഞാലുള്ള കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ, ഈ പറയുന്നവരുടെ ആത്മീയ അന്തരീക്ഷം എങ്ങനെയോ ഇല്ലാതായി പോകുന്ന ഒരു നിലപോലെയായി തീരാറുണ്ട്. എങ്കിലും പ്രാർത്ഥനയോട് ദൈവസന്നിധി ആയിരുന്നെങ്കിൽ ഒന്നും ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ദൈവമക്കൾ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് എസ്രായുടെ പുസ്തകം എടുത്താട്ട് 4-ാം അധ്യായം അതിന്റെ 14-15 ഈ 2 വാക്യങ്ങൾ വായിക്കാം. Ezra chapter 4, 14 and 15. Furthermore, the king should know that if this city is built and its walls are restored, no more taxes, tribute or duty will be paid, and the royal revenues will suffer. മലയാളമുള്ളവരോടൊന്ന് വായിച്ചാട്ടെ. 4-ാം അധ്യായം 14-15 വാക്യമാണോ? എസ്രായുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 14-15. അല്ല, നിങ്ങൾ ഏതാ എടുത്തത്? എസ്തേറിന്റെ പുസ്തകം. ഞാനാകപ്പാട് വെപ്രാളം കിട്ടു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ശരിയായി കുറിച്ച് പ്രാർത്ഥിച്ചൊക്കെ വന്ന ദൈവമേ ഇത്ര പെട്ടെന്ന് മറഞ്ഞു പോയോ എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. എസ്രായുടെ ലേഖനം പുസ്തകം 4-ാം അധ്യായം അതിന്റെ 14-15. ഒന്നുകൂടെ എസ്രായുടെ പുസ്തകം 4-ാം അധ്യായം 14-15 വായിക്കാം. എസ്തർ നമ്മളെ വായിക്കപ്പെട്ടതായ തിരുവചനങ്ങൾ ദൈവങ്ങൾ ശ്രദ്ധിച്ചല്ലോ. എസ്തേറിന്റെ പുസ്തകം ഞാൻ ആദ്യം പറഞ്ഞ എസ്ര എന്ന് തോന്നുന്നല്ലേ. എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 14-15 വാക്യമാണ് നമ്മൾ വായിച്ചത്. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയുണ്ടാകും. എന്നാൽ നീ നിന്റെ പിതൃഭവനം നശിച്ചു. ഇങ്ങനെയുള്ള കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത് ആർക്കറിയാം. For such a time as this. ഈ പ്രത്യേകമായ വിഷയങ്ങൾ ദൈവങ്ങളെ നന്നായി അറിയാവുന്ന കാര്യങ്ങൾ തന്നെ, അറിയാവുന്ന വിഷയങ്ങൾ തന്നെയാണ്. എങ്കിലും സ്വതന്ത്ര പുതുമയായിട്ടൊന്നും പറയാനില്ലെങ്കിലും പ്രത്യേകിച്ച് ദൈവത്തിന്റെ മക്കളെ ചിന്തിക്കേണ്ടതും ദൈവമക്കൾ അറിയേണ്ടതുമായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്കിതിൽ വിലയിരുത്താനായിട്ട് കഴിയുന്നുണ്ട്. And we're going to go into some thoughts which we already know that the Spirit is reminding us. നമ്മൾ ബൈബിൾ പരിശോധിച്ചാൽ സ്ത്രീകൾ എഴുതിയ 2 പുസ്തകങ്ങളുണ്ട്. ഒന്ന് രൂത്തിന്റെ പുസ്തകവും 2 എസ്തേറിന്റെ പുസ്തകവുമാണ്. And when you look at the Bible, there were 2 books about women. One is the book of Ruth, and the other one is the book of Esther. Praise the Lord. രൂത്തിന്റെ പുസ്തകത്തെ കുറിച്ച് നാം പഠിച്ചാൽ ഒരു കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ആ എസ്തറിനെ ഈ രൂത്തിനെ ദൈവം എടുത്ത് ഉപയോഗിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. When you study the book of Ruth, it is a redemption of a family. Praise the Lord. അതേസമയത്ത് എസ്തറിന്റെ പുസ്തകം നാം പഠിച്ചാൽ കാണുവാൻ കഴിയുന്നത് ഒരു ജാതി മുഴുവനും അല്ലെങ്കിൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഇടയാക്കുന്ന വിഷയങ്ങളാണ് നമുക്ക് ഇതിൽ കാണുവാനായിട്ട് കഴിയുന്നത്. The book of Esther shows about the redemption of a nation. ഓരോ അധ്യായത്തിലും ഓരോ പ്രത്യേക കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും എല്ലാ കാര്യങ്ങളും പറയാനായിട്ട് സമയമില്ല. And there are chapters which gives chronologically what things happened. 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് അഹസ്വേരോസ് രാജാവിന്റെ അല്ലെങ്കിൽ രാജ്ഞിയായിരിക്കുന്ന വസ്തിയെ മാറ്റിയിട്ട് അല്ലെങ്കിൽ എസ്തറിനെ ആ സ്ഥാനത്ത് തെരഞ്ഞെടുക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. In chapter 1 we saw the king and
he removed the queen Vashti from the throne as a queen. എന്താണ് അവളെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുവാനായിട്ട് ഇടയായിട്ടെന്ന് ചോദിച്ചാൽ, ആമീൻ, രാജാവ് വലിയ വിരുന്ന് കഴിച്ചപ്പോൾ അതിന്റെ മൊത്തത്തിൽ അനേകരെ ആനന്ദിച്ചിരിക്കുമ്പോൾ അവരിൽ രാജാവിന്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ പറഞ്ഞു, രാജ്ഞിയുടെ സൗന്ദര്യം ഒന്ന് കാണുവാനായിട്ട് ഇവിടെ വരുത്തുവാനായിട്ട് പറഞ്ഞു. And the king had a big party, and he brought in a lot of noblemen and important people, and they wanted to see the queen. Praise the Lord. എന്നാൽ ഇനിയെല്ലാം അവൾ അത് നിരസിച്ചു കളഞ്ഞായിട്ട് നമുക്ക് കാണുവാനായിട്ട് And കഴിയും. we read that she had declined the request. അപ്പോൾ രാജാവിനും കൂടെ ഉണ്ടായിരുന്നവർക്കും വളരെ പ്രയാസങ്ങൾ ഉണ്ടായി. രാജാവിന്റെ രാജ്യം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ള സ്ത്രീകളും ഇതുപോലെ ഭർത്താക്കന്മാരെ അനുസരിക്കാതെ വരും എന്നതുകൊണ്ട് എന്തിനാമോ രാജ്ഞി ആ സ്ഥാനത്ത് തുടരേണ്ട കാര്യമില്ല. And the king got offended, and since he had seen that the subjects had witnessed this event, he thought that this disobedience will be a problem for his ruling. എന്നാൽ രാജാവിന്റെ കോപം ശമിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ആ രാജ്യത്തോട് ചെയ്ത് വളരെ പ്രയാസമായിട്ട് വേദനയായിട്ട് തോന്നി. എന്നാൽ അതിന് പകരമായിട്ട് ആണ് ഇവിടെ നമ്മളെ വായിച്ച ഭാഗത്തിലേക്ക് എസ്തറിനെ തെരഞ്ഞെടുപ്പാനായിട്ട് ഇടയാക്കുന്നത്. And he expelled the queen, and we know how Esther was chosen as the queen. പ്രൈസ് ദി ലോർഡ്. ഈ എസ്തർ ഈ സ്ഥാനത്ത് വരുവാൻ കാരണം ആരാണെന്ന് ചോദിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, അത് 2-ാം അധ്യായം 5-ാം വാക്യം ഒന്ന് നിർത്തി വായിച്ചേ. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ദൈവങ്ങളെ, നിങ്ങളെ ഇത് ഒരു കഥ കേൾക്കുന്ന പോലെ ആയിത്തീരരുത്. നിങ്ങൾ ഇതിന്റെ ആത്മീയ അർത്ഥം മാത്രമേ ചിന്തിക്കാവൂ. അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ ചിന്തിച്ചാൽ നമുക്കൊന്നും പിടികിട്ടുകയില്ല. എന്നാൽ എന്തിനോ ക്രൈസ്തവനോ ഈ മൊർദെഖായിയെ കുറിച്ച് നമുക്ക് ചിന്തിച്ചാൽ, അവൻ എന്തിനമോ യഹൂദനാണ്. അവൻ എന്തിനമോ ബെന്യാമിൻ കീശിന്റെ മകനായി ശിവയുടെ മകന്റെ വിവരങ്ങളെല്ലാം അവിടെ പറയുന്നുണ്ട്. ക്രൈസ്തവനോട് അങ്ങനെ അവന് ഒരു ദൈവഭയനായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. And he was the son of Jair, son of Shimei, son of Kish, a Benjamite. ഈ എസ്തറുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ, ഈ മൊർദെഖായിയുടെ ചിറ്റപ്പന്റെ മകളാണ് ഈ എസ്തർ എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. And Esther was his adopted daughter. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ നാട്ടില് ഇങ്ങനെ ചിറ്റപ്പനെന്നോ പേരപ്പനെന്നോ ഒക്കെ പറഞ്ഞാൽ മനസ്സിലാകും. ഇവിടെയുള്ളവരോട് ഇതൊന്നും പറഞ്ഞാൽ ഒരു കാര്യവുമില്ല. കാരണം ചോദിച്ചാൽ എന്താ ഈ ചിറ്റപ്പൻ പേരപ്പൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സാധാരണയായിട്ട് പറയുന്ന അപ്പന്റെ അനുജനെയാണ് ചിറ്റപ്പൻ എന്ന് പറയാറുള്ളത്. അപ്പോൾ സ്വതന്ത്രം ഇവരുടെ അപ്പനും അമ്മയും മരിച്ചു കഴിഞ്ഞ ശേഷമായിട്ട് അവളുടെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഈ മൊർദെഖായി ഏറ്റെടുത്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. And when Esther's parents died, Mordecai took the full responsibility of taking care of her. പ്രൈസ് ദി ലോർഡ്. ഈ ഹല്ലേലൂയ, ഒരു രാജ്ഞിയെ തിരഞ്ഞെടുക്കണമെങ്കിൽ അതിനുള്ള യോഗ്യതകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവുമെന്ന് ഇവിടെ പറയേണ്ട കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. In order to select a queen, there are certain qualifications, criteria to meet. ഈ സമയത്ത് മൊർദെഖായി എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, മൊർദെഖായി രാജാവിന്റെ വാതിൽ കാവൽക്കാരനായിട്ട് ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. And Mordecai also was the gatekeeper of the king, of the palace. എന്നാൽ ഈ സമയത്ത് തന്നെ ഒരു സംഭവമാണ് നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ സ്വതന്ത്രം രാജാവിനെ കൈയേറ്റം ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ 2 വ്യക്തികൾ ഒരുപെടുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. And 2 individuals, they colluded to assassinate the king. രാജാവ് അത് അന്വേഷിച്ച് അവരെ അത് ശരിയാണെന്ന് കണ്ടിട്ട് അവരെ 2 പേരെയും തൂക്കിക്കളയുവാനായിട്ട് ഇടയാക്കുന്നു. And Mordecai found out their his plans, and he notified, and the king inquired and decided to put them to death. ഈ നല്ല കാര്യം പറഞ്ഞ ആരാന്ന് ചോദിച്ചാൽ, മൊർദെഖായി എസ്തർ മുഖാന്തരമായിട്ട് ഈ കാര്യങ്ങൾ രാജാവിനെ അറിയിക്കാനായിട്ട് ഇടയാക്കുന്നു. And Mordecai told about this plan through Esther. പ്രൈസ് ദി ലോർഡ്. എന്നാൽ എന്തിനോ സ്തോത്രം, ഇവിടെ ഈ രാജസ്ഥാനത്ത് അവിടെ കടന്നു വരുവാനായിട്ട് ഇടയാക്കുന്നു. സ്തോത്രം രാജ്യമായിട്ട് അവളെ തുടരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. And we see that she was continually being the queen. പ്രൈസ് ദി ലോർഡ്. എന്നാൽ സ്തോത്രം, നമ്മൾ ഈ സമയത്ത് ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ അല്ലെങ്കിൽ ഹാമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. And there was an individual, his name was Haman. പ്രൈസ് ദി ലോർഡ്. അവന് ഉന്നത പദവിയും സ്ഥാനങ്ങളും ഒക്കെ രാജാവ് കൊടുത്തിരുന്നത് കൊണ്ട് അവനായിരിക്കും ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്നത് എന്ന് അവൻ കരുതുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. He was incumbent of a lot of positions, and the king had bestowed a lot of favors to him. പ്രൈസ് ദി ലോർഡ്. എന്നാൽ സ്തോത്രം, അനേകരെ ഈ ഹാമാനെ കുമ്പിടുമ്പോൾ ദൈവമക്കളെ ഈ മൊർദെഖായി മാത്രം
അതുകൊണ്ട് എന്തിനറിയാമോ, ഹാമാന്റെ ദിവസം തോറും ഇവനോടുള്ള ആ വൈര്യം വർദ്ധിച്ചിട്ട് അവസാനമായിട്ട് അവനെ നശിപ്പിച്ചു കളയാൻ ശ്രമിച്ചു. എന്നാൽ സ്വതം അവനെ മാത്രമല്ല എന്റെ ജാതിയെ കൂടെ നശിപ്പിച്ചു കളയാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. And what started as a simple irritation became like a deep resentment and became a poisonous thought that he wanted to kill Mordecai as well as the Jews, the queen. Praise the Lord. Jews. ഇത് ഒരു പ്രത്യേക കാര്യമായിട്ടത് പരസ്യം ചെയ്യുകയും അങ്ങനെ ആളുകൾ അറിയത്തക്കണമായിട്ട് സ്വതം അതിനുവേണ്ടി ഹാമാൻ മുടക്കിയതായ തുക എത്രയാണെന്നറിയാമോ? 9-ാം വാക്യം വായിച്ച് 9, 3:9. രാജാവിന്റെ സമ്മതമുണ്ടെങ്കിൽ അവരെ നശിപ്പിക്കേണ്ടതിന് സന്ദേശം എഴുതി അയക്കണം. എന്നാൽ ഞാൻ കാര്യവിചാരകന്മാരുടെ കയ്യിൽ 10,000 താലന്ത് വെള്ളി രാജാവിന്റെ ഭണ്ഡാരത്തിൽ കണ്ടോ? രാജാവിന്റെ സന്നിധി എത്ര? 10,000 താലന്ത് വെള്ളി ഞാൻ കൊടുക്കുന്നുണ്ട്. ഇന്ന് ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, കാര്യങ്ങൾ സാധിക്കുവാനായിട്ട് എന്ത് ചെയ്യുവാൻ മടിയില്ലാത്ത ഒരു ലോകത്തിനാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ദൈവവരായ നമ്മള് ആ കർത്താവിന്റെ ഗ്ലോറി, ഹല്ലേലൂയ, ദൈവങ്ങൾ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്ന് കാലങ്ങളിൽ നിന്റെ സാക്ഷ്യം, നിന്റെ അനുഭവങ്ങൾ അത് മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ, ഏതൊരു സാഹചര്യത്തിൽ നിന്നാലും അവിടെ ദൈവത്തിന്റെ സാക്ഷി ഉയർത്തുവാൻ ദൈവമായ കർത്താവ് സഹായിക്കും. And may the Lord help us that we keep our testimony no matter what situation that we have, no matter what offenses we come, that we be true to our testimonies. Praise the Lord. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണ്. ഈ 4-ാം അധ്യായത്തിൽ നമ്മൾ ചിന്തിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, ഇത് രാജാവിന്റെ തീർപ്പ് വിവിധമായ സ്ഥലങ്ങളിൽ അറിയിക്കുവാനായിട്ട് ഇടയാക്കുന്നു. സംഭവിച്ചപ്പോൾ 4-ാം അധ്യായം നാം വായിച്ച് സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് കാലങ്ങളിൽ ദൈവമക്കളെ പ്രശ്നങ്ങൾ നിങ്ങൾ ചിന്തിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ ആ തുച്ഛത്തിൽ കൈപ്പോട് കരയുവാൻ എനിക്ക് അല്ലെങ്കിൽ നിനക്ക് കഴിയുമോ എന്ന് ചിന്തിക്കേണ്ടത് ഏറെ ആവശ്യമാണ്. സംഭവിച്ചത് പറഞ്ഞപ്പോൾ അവന്റെ കീഴിൽ നിൽക്കുവാൻ അവന്റെ നീരിൽ പാലിടയായി തന്നു. അവന് വസ്ത്രം കീറി രട്ടുകൊടുത്ത് മണ്ണുവായി അല്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ കണ്ണുനീരോടെ ആയിരുന്നെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. When Mordecai learned about the decree that to kill all the Jews, when he heard that, he became sad and he tore his clothes and put on sackcloth and was crying out on the hash. Praise the Lord. ഈ സമയത്ത് നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യം, ഇതിനിടയിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. എല്ലാം വിവരിച്ച് പറയുവാനായിട്ട് സമയമില്ല. എങ്കിലും പ്രൈസ് ദി ലോർഡ്, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് പ്രൈസ് ദി ലോർഡ്, രാജാവിന്റെ സന്നിധിയിൽ കടന്നു ചെല്ലണമെങ്കിൽ എന്തിനോ രാജാവ് പൊൻചെങ്കോൽ വീട്ടിൽ മാത്രമേ രാജാവിനോട് എന്ത് രാജിക്കായാലും എന്തെങ്കിലും പറയാൻ കഴിയുള്ളൂ. And in those days, if anyone needs to approach the king, the king has to hand out the scepter, the golden scepter, and get the permission, and only those people could meet the king. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ മൊർദെഖായിയിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനായിട്ട് ഹല്ലേലൂയ സ്തോത്രം എസ്തർ ശ്രമിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നത്. പല കാര്യങ്ങളും നമ്മൾ അതിനായിട്ട് ചെയ്യുന്നുണ്ട്. സ്തോത്രം. അവന്റെ വസ്ത്രം മാറ്റി നല്ല വസ്ത്രം കൊടുത്തയക്കുമ്പോഴും ഒന്നും അവനത് സ്വീകരിക്കും. കാരണം അവന്റെ വിഷയം പുറകിൽ കിടക്കുന്നുണ്ട്. ഒരു ജാതി മുഴുവൻ നശിക്കുവാൻ പോകുമ്പോൾ എന്റെ ദൈവമേ, അവനൊരു നല്ല വസ്ത്രം പോലും എടുക്കുവാൻ കഴിയാതെ അവൻ രക്ഷുടുക്കുക എന്ന് പറഞ്ഞാൽ എന്തറിയാമോ, ഒരു നിസ്സാരപ്പെട്ട ആ ഡ്രസ് മാത്രമാണ് അവൻ ധരിപ്പാനിടയാ. ഒരു സങ്കടത്തിന്റെ വേദനയുടെ ഏറ്റവും അത്യുച്ചത്തിൽ കടന്നു വരുന്ന ഒരു വിഷയമാണ്. And Esther tried to console her uncle by sending new clothes so that he will change his mind to be in a better state of mind, but he still wanted to be in that state of crying because of the decree which was pending. Praise the Lord. ഈ സമയത്താണ് എസ്തർ രാജാവിന്റെ അടുക്കിലേക്ക് കടന്നിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട്. എങ്ങനെ ഉപസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തോട് വിഷയങ്ങൾ അറിയിച്ചിട്ടാണ് അവളെ കടന്നില്ലുവാൻ ഇടയായി തീർന്നത്. And Esther, she fasted and decided to go to the presence of the king and to make this issue known. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന വിഷയത്തിലേക്ക് നമ്മൾ വായിച്ച ഭാഗത്തിലേക്ക് വരികയാണ്. 14-ാം വാക്യത്തില്, നീ സമയത്ത് മിണ്ടാതിരുന്ന യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകുന്നു. പ്രിയ ദൈവത്തിന്റെ വഴിയെ ഇത് നിന്നോടുള്ള ഒരു ആലോചനയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, നീ ഈ സ്ഥാനത്ത് വന്നിരിക്കുന്നത്, നീ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, നീ ദൈവകൃപയിലായിരിക്കുന്നത്, ദൈവത്തെ ആരാധിക്കുന്നത്
മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ എന്റെ ദൈവമേ ഇടയാക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. And listen to what Mordecai said. The Lord has put you in a place, and you should not keep quiet. And if you do keep quiet, the redemption for the Jews will come from another place. So the Lord has put you in a position, whatever it is, so that you keep your testimonies. മൂന്നാം ദിവസത്തിലെ പ്രാർത്ഥനയുടെ മൂന്നാമത്തെ ദിവസത്തില് ഉപവാസത്തിന്റെ മൂന്നാമത്തെ ദിവസത്തിൽ ഇതാ രാജി രാജാവിന്റെ സ്വത്രം കടന്നിരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 3 days after fast, she decided to go meet the queen. 5-ാം അധ്യായത്തിലെ 6-ാമത്തെ വാക്യം വായിച്ച് 6-ാമത്തെ വാക്യം 5 and 6. രാജാവ് എസ്തേറിനോട് നിന്റെ അപേക്ഷ എന്ത്? അത് നിനക്ക് ലഭിക്കും. നിന്റെ ആഗ്രഹവും എന്ത്? രാജ്യത്തിൽ പാതിയോളമായാൽ അത് നിവർത്തിച്ചു തരാമെന്ന് പറഞ്ഞു. ദൈവങ്ങളെ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യം, വ്യവസ്ഥയില്ലാത്ത ഒരു സമയത്ത് ഇതാ പ്രാർത്ഥനയോട് ഉപവാസത്തോട് ദൈവസന്നിധിയിൽ കടന്നു എന്ന കാര്യങ്ങൾ സാധിച്ചുവെങ്കിൽ ഇന്ന് പകൽക്കാലം വരെ കണ്ണീരോടും പ്രാർത്ഥനയോടും ആയിരിക്കുന്ന ദൈവത്തിന്റെ വഴി നിന്റെ വിഷയത്തിന് അവൻ മറുപടി തരുവാൻ അവൻ മതിയായ ദൈവമാണ്. രാജ്യത്തിന്റെ പാതിയോളമായാലും ഞാൻ നിനക്ക് തരാമെന്ന് രാജാവ് പറയുവാൻ ഇടയാക്കുന്നു. In a situation where the pending answer was contrary to what you were expecting, she went there with prayer and supplication, with fasting, and the answer was what she expected for. And the king asked, whatever you want, I'm going to give it to you, even the half of the kingdom. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ എസ്തർ ഒരിക്കലായി വിരുന്നില് ഇതാ സ്വതന്ത്രം ഹാമാനെയും ക്ഷണിച്ച് അയാൾ നല്ല ഗവേലങ്ങനെ നിൽക്കുകയാണ്. കാരണം രാജാവിന്റെ അടുത്ത സ്ഥാനത്ത് ഈ അടുത്ത് നിൽക്കുന്നവർ എന്തിനാണ് അവരെയായിരിക്കും, അവരാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ആൾക്കാരെന്ന്. എന്നാൽ എന്തിനോ നിന്നെ വാസ്തവമായിട്ട് യഹോവ കണ്ടിട്ടില്ല. നീ യഥാർത്ഥമായിട്ട് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതെങ്കിൽ മാത്രമേ നിനക്ക് ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ സാധ്യമാകുകയുള്ളൂ. And in this party, the king and Haman was there along with all the associates. Praise the Lord. എന്നാൽ ഹാമാനെ അനേകർ കുമ്പിടുമ്പോൾ ഈ മൊർദെഖായി മാത്രം കുമ്പിടുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. And also many people bow down to Haman, and only Mordecai did not bow down to him. Praise the Lord. ഇതെല്ലാം തനിക്ക് സംഭവിച്ചെങ്കിലും അവരെ ഇതെല്ലാം അടക്കി കൊണ്ട് എന്തിനോ തന്നെ വീട്ടിൽ ചെന്ന് ഭാര്യയായ ശേരസിനോടും സ്നേഹിതന്മാരോടും ഈ വിവരങ്ങൾ പറയുവാനിടയാക്കുന്നു. And he told about all these incidents to his wife when he went back home. Praise the Lord. അവളും ആ സ്നേഹിതന്മാരൊക്കെ പറയാണ്, നീ എന്തിനാ വിഷമിക്കുന്നത്? ഒരു 50 മുഴമുള്ള ഒരു കഴിവ് വരെ ഉണ്ടാക്ക്, അടുത്ത ദിവസക്കാലം അവനെ അതിൽ തൂക്കിക്കളെ. ആരെ? മൊർദെഖായി. Praise the Lord. So his wife gave a bad counsel to him and said, okay, build a gallows which is 50 cubic long, and you should hang Mordecai over there. Praise the Lord. നിങ്ങൾക്ക് ഇത്രയും കാര്യം പറഞ്ഞില്ല എന്താ മനസ്സിലാക്കുവാൻ സാധിച്ചത്? നിങ്ങൾ ഒരൊറ്റ കാര്യം ചിന്തിച്ചാൽ മതി. പ്രതികൂല സാഹചര്യങ്ങളില് ദൈവത്തിന്റെ സന്നിധിയിലടുത്ത് നിന്ന് ദൈവത്തിന്റെ മരുന്ന് നിനക്കെതിരായിട്ട് ഏത് ശക്തി കൊടുത്താലും അവിടെ നമുക്ക് ജയം തരുന്ന ദൈവമാണ്. അവൻ ജയിച്ച ജയാളിയാണ്. അവൻ ഇന്ന് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. അവൻ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ എസ്തർ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ആദ്യമായിട്ട് അവളുടെ വിഷയങ്ങൾ പറയുവാനായിട്ട് ഇടയാക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. And Esther, after her prayers, and she gave a supplication to the queen, to the king. എന്നാൽ 6-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ രാജാവിന് ഉറക്കം വരാത്ത രാത്രിയായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. And as you come to chapter 6, and that night was a sleepless night for the king. 6-നെ ഒന്ന് വായിച്ചേ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന സ്തോത്രം, രാജാവിന് ഉറക്കം വരാത്ത രാത്രിയിൽ എന്തിനോ അവൻ ദിനവൃത്താന്ത പുസ്തകം കൊണ്ടുവരുവാൻ പറഞ്ഞു. അതിലെ വിഷയങ്ങളൊക്കെ താഴെ പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ മൊർദെഖായി തന്റെ ഉന്നമനത്തിന് വേണ്ടി തന്റെ ഐശ്വര്യത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളെല്ലാം അവിടെ വിവരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. So the king, he lost his sleep, and he decided that the old historical books of the Chronicles, he read to him, and the scribes, they started reading one by one to the king. Praise the Lord. ഈ സമയത്ത് എന്തിനാമോ ആ മൊർദെഖായി ഒരു ദൈവത്തിന്റെ വചനയെ നശിപ്പിച്ചു കളയാൻ ഇതാ ഹാമാൻ പുറത്തു നിൽക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. And at the same time, Haman, he's revising
his evil plans to hang Mordecai. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. രാജാവ് പറയാണ്, ആ പ്രകാരത്തിൽ നിന്ന് ആരെന്ന് ചോദിച്ചപ്പോൾ ഇതാ ഹാമാൻ അടുത്ത അവത്തേക്ക് ചെല്ലുവാനായിട്ട് ഇടയായിരുന്നു. And he asked, who's in the courtyard? And Haman went in. രാജാവ് ചോദിക്കുകയാണ്, സ്വതം രാജാവ് ബഹുമാനിപ്പാൻ ഇരിക്കുന്നവന് എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്ന് അവനോട് തന്നെ ചോദിപ്പാനിടയായിരുന്നു. And the king knew that it was Mordecai who saved the king, and he wanted to give a lot of a reward to Mordecai. So without telling the background, he asked Haman, what will you recommend for the person whom the king wants to reward greatly? ഈ ഹല്ലേലൂയ സോദരൻ രാജാവ് പറയുന്നത്, ഈ കാര്യങ്ങളെല്ലാം ആ വാതിൽ കാവലിരിക്കുന്ന ആ മൊർദെഖായിക്ക് വേണ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ ദുഃഖിതരായി അവന്റെ ഭവനത്തിലേക്ക് കടന്നു പോകുവാനിടയാക്കുന്നു. So not knowing this, Haman told, this is what you should do for such a person. And the king said, okay, this is what I want to do for Mordecai. 13-ാമത്തെ വാക്യം വായിച്ച് 13 തനിക്ക് Chapter 13. തനിക്ക് സംഭവിച്ചതൊക്കെയും ഹാമാൻ ഭാര്യയായ സേവസിനോടും തന്റെ സകല സ്നേഹിതന്മാരോടും വിവരിച്ചു പറഞ്ഞു. അവന്റെ വിദ്വാൻമാരും അവന്റെ ഭാര്യ സേവസോവിനോട് മൊർദെഖായിയുടെ മുമ്പിൽ നീ വീഴുവാൻ തുടങ്ങി. ഇന്ന് മുതൽ കാലങ്ങളിൽ ദൈവത്തിന്റെ വചനെ ഞാൻ പറയാൻ വരുന്ന എന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നീ മൊർദെഖായിയുടെ മുൻപിൽ വീഴുവാൻ തുടങ്ങി. അല്പം മുൻപ് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പഠിച്ചതാണ്, ഇവനെ തൂക്കിക്കളയുവാൻ കഴിവരെ ഉണ്ടാക്കുവാനൊക്കെ ആലോചന പറഞ്ഞത് അവന്റെ ഭാര്യയാണ്. സ്വതം ഭാര്യമാരാണ് എന്തിനോ ജനത്തെ വീട്ടിലെ ഭരണം നടത്തുന്നത്. അവള് പറയുന്നതിൽ അപ്പുറം കാര്യങ്ങളില്ല. ദൈവങ്ങളെ അതൊക്കെ പറയേണ്ടത് ആവശ്യമാണ്, പക്ഷെ ഒരു പരിധിക്ക് അപ്പുറം ഒന്നും പറയാൻ കഴിയില്ല. ഞാൻ ഇത്രയും നാളെ പ്രസംഗിച്ചിട്ട് ആലീസിനെ ഒറ്റ ദിവസം പോലും ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം അങ്ങനെ പറയേണ്ട കാര്യമില്ല. ദൈവമക്കള് യഥാർത്ഥമായി ശ്രേഷ്ഠരാണെങ്കിൽ അവരെ ദൈവമായിരിക്കും. ചില മാസ്റ്റർമാരുണ്ട്, നേരമോ സ്വതന്ത്രം പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് ഭാര്യമാരോട് ചോദിക്കും, ഇടി ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ പ്രസംഗം? ആ പുള്ളിക്കാർക്ക് പറഞ്ഞു, അയ്യോ അച്ചായ നല്ലതായിരുന്നു സ്വതന്ത്രം, എങ്കിലും എന്തിനോ ചില കുറവുകളും പറയാറുണ്ട്. എന്നാൽ ദൈവമക്കളെ ഇതൊന്നും ഞാൻ ചോദിക്കാറില്ല. പ്രസംഗം കഴിഞ്ഞിട്ട് ഇത് എങ്ങനെ ഉണ്ടെങ്കിലെന്നോ, ഇത് ദൈവം പറഞ്ഞാണെങ്കിൽ അത് ശ്രേഷ്ഠമായ അനുഭവങ്ങളാണ്. അതിനെ പിന്നെ എന്തിനാണ് വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. അത് പറയാതെ എനിക്ക് ചില പ്രയാസമുണ്ട്. ദൈവങ്ങളെ ഇത് പകൽക്കാലങ്ങളിൽ ദൈവമായിട്ടുള്ള ശ്രേഷ്ഠമായ അനുഭവങ്ങൾ തന്നെ ദൈവം നമ്മെ ദിനത്തോട് നടത്തുവാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. And as we read, the wife of Haman, Zeresh, she was the one who was giving all his evil counsel. ഒന്ന് രണ്ട് കാര്യം കൂടെ ഞാൻ പെട്ടെന്ന് ഓർപ്പിച്ചിട്ട് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ഒത്തിരി വിവരിച്ച് പറയാനായിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. മൊർദെഖായിക്കെതിരായി പ്രവർത്തിച്ചവനെ കഴിമരത്തിൽ തൂക്കുവാനിടയായിട്ടുണ്ടെങ്കിൽ നിനക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നവരെ ദൈവം ഹല്ലേലൂയ ആ പ്രവൃത്തി ചെയ്യുന്ന ദൈവമാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ വിഷയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കൂ. ദൈവം നമ്മെ അനുഗ്രഹിക്കാനായിട്ട് അവൻ മതിയായ ദൈവമാണ്. The evil person who devised an evil plan to kill the child of God, he himself was killed. Praise the Lord. നമ്മുടെ രാജഭാഷ പറഞ്ഞാൽ നമ്മുടെ ക്ലോക്ക് 5 മിനിറ്റ് ഫാസ്റ്റാ. അതുകൊണ്ട് എന്തിനാമോ ദൈവങ്ങളെ പുറകോട്ട് മുന്നോട്ടൊന്നും നോക്കല്ലേ. എന്തിനാമോ ഇനി 5 മിനിറ്റും കൂടെ ഉണ്ട്, ഭാരപ്പെടേണ്ട കാര്യമില്ല. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 10-ാം അധ്യായം എഴുതാണ്ട് അതിന്റെ 3-ാമത്തെ വാക്യം വായിച്ചാട്ടെ. അതുകൊണ്ട് വായിച്ചിട്ട് ഞാൻ അവസാനം കണ്ടോ, ഒരു ദൈവത്തിന്റെ പൈതൽ അങ്ങനെ ആയിരിക്കണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഈ മൊർദെഖായിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അഹീശയ്യാ രാജാവിന്റെ രണ്ടാമൻ, യഹൂദന്മാരിൽ വെച്ച് മഹാനും സഹോദര സംഘത്തിന് ഇഷ്ടനും. നീ സഹോദര സംഘത്തിന് ഒരു ഇഷ്ടനായി തീരണമെങ്കിൽ ദൈവത്തിന്റെ പൈതലിൽ നീ ദൈവകൽപ്പനയുടെ പ്രമാണത്തിന് നീ നിന്നാൽ ദൈവം നിന്നെ മാനിക്കുവാനായിട്ട് അവൻ മതിയായ ദൈവമാണ്. And finally, Mordecai, he was promoted to the next to the king. And he got a lot of position, and at the same time, he was liked among his brethren, and he was a great help to his fellow brethren Jews. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് സഹോദര സംഘത്തിന് ഇഷ്ടനും സ്വജനത്തിന് അവൻ ഗുണകാംക്ഷിയുമായിരുന്നുവെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. And he was liked among his brethren, and he was a great help for the Jews. നിന്റെ സഹോദരന്മാർക്ക് വേണ്ടി നീ ഒരു നല്ല കാര്യം ചെയ്താൽ ദൈവം മാനിക്കുന്ന ദൈവമാണ്. മുമ്പേ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ മൊർദെഖായി ചെയ്ത കാര്യങ്ങൾ ദിനവൃത്താന്ത പുസ്തകത്തിൽ കുറിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ദിവസം ദൈവത്തിന്റെ പതിലിൽ നീ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചെങ്കിൽ
അത് ദൈവം മാനിക്കുന്ന ദൈവമാണെന്ന് ഇന്ന് മുതൽ കാലവേളയിൽ ഞാൻ ഓർമ്മിക്കുകയാണ്. And if you do the right things for the Lord, and if you do not get rewarded immediately, the Lord is going to make sure that you get rewarded in the future. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ വകയാറിന്റെ പ്രദേശ ശുശ്രൂഷയിലായിരിക്കുന്ന ആ സമയത്ത് അവിടെയുള്ള ഒരു സംഭവം ഞാൻ പറയുകയാണ്. അവിടുത്തെ സെക്രട്ടറി എന്ന് പറയുന്ന പ്രായമുള്ള ഒരു അച്ചായനാണ്. ദൈവത്തിന്റെ ആത്മാവ് ദൈവദാസന്മാരും കൂടി ഇങ്ങനെ ആലോചന പറഞ്ഞു, മകനെ നിന്റെ ചെറുപ്പകാലത്ത് നീ ആരാധനയ്ക്ക് രാത്രിയിൽ നമുക്കറിയാമല്ലോ നാട്ടില് അന്ന് ചോർച്ചോ അങ്ങനെ ഒരു കാര്യങ്ങളൊന്നുമില്ല. എന്നറിയാമോ, അന്ന് ചൂട്ടുമിനി ആളുകൾ പ്രാർത്ഥനയ്ക്കാട് എടുക്കാൻ തൊഴിലുകളിലൊക്കെ വേണം യാത്ര ചെയ്യേണ്ടത്. അവരെന്തിനമോ ഈ അച്ചായന് മുന്നിൽ നിന്നുകൊണ്ട് എന്തിനമോ ഈ ചൂട്ട് കത്തിച്ച് എന്തിനമോ ഈ പുറകോട്ട് വരുന്ന ആളുകളെ കാണിച്ച് അങ്ങനെ സ്തോത്രം അങ്ങനെ പല പ്രാർത്ഥനകൾക്കായിട്ട് പോയിരുന്നു. And when Pastor was ministering in a place in India, in those days there was not a lot of lights and in the modern days shoot, I don't know what you call it. Tiki torch, the one with the lantern, and his job was to show the light to all the brethren to get into the church. Praise the Lord. ഞാൻ ഈ പറയാൻ എടുത്തതിന്റെ സാരം എന്ന് വെച്ചാൽ ദൈവാത്മാവ് ഇങ്ങനെ സംസാരിച്ചു, മകനെ നാളുകൾക്ക് മുൻപ് നീ ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചൂട്ട് മിന്നി കൊടുത്തത് ഞാൻ അറിയുന്നു, എന്റെ പുസ്തകത്തിലുണ്ട്. ദൈവങ്ങളെ എത്ര പേര് നമ്മളൊരു നിസ്സാര കാര്യമായിട്ട് എടുക്കരുത്. എന്നാൽ എന്തറിയാമോ, ദൈവം മാനിച്ചാൽ അത് മാന്യമായി തീരുമെന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ ഒക്കെ സാരം. ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കാൻ ഇരിക്കുകയും. And many years later, one prophecy came to him and said, the Lord said like this, oh, I have seen you showing the light, using the tiki torch, and I know your works. ദൈവമായ കർത്താവ് ഇവരുടെ നമ്മെ സഹായിക്കട്ടെ. എന്നെ സഹായിച്ചതുകൊണ്ടും ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ദൈവയാൽ നിറയ്ക്കുമാറാകട്ടെ. നമുക്ക് എല്ലാവരും കൂടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമ്മൾ സമയം അധികം പോയിട്ടില്ല, നിങ്ങൾ ഭാരപ്പെടേണ്ട. പാട്ടിന്റെ 1-2